ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാവിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ. പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിനായുള്ള കളിവള്ളങ്ങളുടെ രജിസ്ട്രേഷൻ തിങ്കളാഴ്ച തുടങ്ങി. കുട്ടനാട് താലൂക്ക് ഓഫീസിലാണ് രജിസ്ട്രേഷൻ നടപടികൾ നടക്കുന്നത്. ഈ മാസം 15 വൈകിട്ട് വരെ വള്ളങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇത്തവണ 9 ചുണ്ടൻ വള്ളങ്ങളെയാണ് മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നത്. വെപ്പ്, ഇരുട്ടുകുത്തി എ, ഇരുട്ടുകുത്തി ബി എന്നീ ഗ്രേഡുകളിലെ 3 വീതം വള്ളങ്ങളെയും പങ്കെടുപ്പിക്കാനാണ് തീരുമാനം. ജലോത്സവത്തിന്റെ നടത്തിപ്പിനായി വിവിധ സബ് കമ്മിറ്റികൾ രൂപവൽക്കരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ജലോത്സവത്തോടനുബന്ധിച്ച് ഈ മാസം 24 വിളംബര ഘോഷയാത്ര, സാംസ്കാരിക ഘോഷയാത്ര, വഞ്ചിപ്പാട്ട് മത്സരം തുടങ്ങിയവ നടക്കും. സംസ്ഥാനത്തെ ലഹരി വിമുക്തമാക്കാനുള്ള ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ദൗത്യത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂർണ്ണ പിന്തുണ നൽകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ആലപ്പുഴയിൽ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലപ്പുഴ ജില്ലാ കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ വിദ്യാർത്ഥികൾക്കായും യുവാക്കൾക്കായും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനും സംഘടന തീരുമാനിച്ചു. സംസ്ഥാന സെക്രട്ടറി ബി സബിൽ രാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ജേക്കബ് ജോൺ, അശോക് പണിക്കർ, കെ എസ് മുഹമ്മദ്, ആർ സുഭാഷ്, വി എസ് ഉദയകുമാർ, പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്കെതിരെ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ ഇതുവരെ 76 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി ജില്ലാ പോലീസ് മേധാവി എം ബി മോഹനചന്ദ്രൻ അറിയിച്ചു. 90 പേർ ഇതിനകം അറസ്റ്റിലായി. 6 ദിവസത്തിലാണ് ഇത്രയധികം കേസുകൾ രജിസ്റ്റർ ചെയ്തത്. 300 ഗ്രാമോളം കഞ്ചാവും 0.45 ഗ്രാം MDMAയും കണ്ടെടുത്തു. ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഇതുവരെ ജില്ലയിൽ 61 ക്ലാസുകളാണ് നടന്നത്. ചാരുമൂട് ചത്തിയറ VHSS സ്ഥാപന മാനേജർ കൊപ്പാറ S നാരായണൻ നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ അവാർഡിന് ഡോക്ടർ ടെസി തോമസ് അർഹയായി. സ്കൂൾ സ്റ്റാഫ് അസോസിയേഷൻ ഏർപ്പെടുത്തിയതാണ് അവാർഡ്. 25,001 രൂപയാണ് പുരസ്കാരമായി നൽകുന്നത്. ഈ മാസം 11 രാവിലെ 10 സ്കൂളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ അവാർഡ് വിതരണം ചെയ്യും. വികസനത്തിനും കരുതലിനും പ്രത്യേക പരിഗണന കിട്ടേണ്ട ജില്ലയായി ആലപ്പുഴയെ മാറ്റുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അമ്പലപ്പുഴയിൽ പറഞ്ഞു. ജി സുധാകരൻ MLA ഓഫീസ് പുന്നപ്ര പറവൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ കമാൽ M മാക്കിയിൽ അധ്യക്ഷത വഹിച്ചു. ജി സുധാകരൻ MLA, KPCC ജനറൽ സെക്രട്ടറി A ഷുക്കൂർ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് AM നസീർ, UDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് B രാജശേഖരൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചേർത്തല താലൂക്ക് NSS യൂണിയൻ പ്രവർത്തക സമ്മേളനം പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി S ജയകൃഷ്ണൻ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചു. തിരുവല്ല യൂണിയൻ സെക്രട്ടറി VR സുനിൽ ക്ലാസ് എടുത്തു. 72 കരയോഗങ്ങളിലെ ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ പെൻഷനേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ നടന്നു. മുൻ മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് VN പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ നഗരസഭ അധ്യക്ഷ മോളി ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാര ജേതാവ് പറവൂർ വിശ്വനാഥനെ സമ്മേളനത്തിൽ ആദരിച്ചു. KPCC വൈസ് പ്രസിഡന്റ് A ഷുക്കൂർ, മുൻ MLA PP ചിത്രഞ്ജൻ, K വിജയരാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. 2027 ദേശീയ സെൻസസിന് മുന്നോടിയായി ആലപ്പുഴയിൽ സൂപ്പർവൈസർമാർക്കും എന്യൂമറേറ്റർമാർക്കുമായുള്ള പരിശീലനം തുടങ്ങി. ജില്ലകളിലെ 6 നഗരസഭകളിലും 6 താലൂക്കുകളിലും വിവിധ ബാച്ചുകളിലായിട്ടാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.